ഒരു കാലഘട്ടത്തിന്റെ സന്തോഷവും സങ്കടവും മനോഹാരിതയും മുപ്പിയെടുത്ത അത്യപൂർവ ക്യാമറകളുടെ ശേഖരം കൗതുകം പകരുന്നതാണ്. പത്തനംതിട്ട അടൂർ കടമ്പനാട് ശിലാസന്തോഷിന്റെ മ്യൂസിയത്തിലാണ് ലോകത്തെ ആദ്യകാല ക്യാമറകളുടെ അപൂർവ ശേഖരമുള്ളത്. റിപ്പോർട്ട് കാണാം. ഒരു കാലഘട്ടത്തെ പകർത്തിയെടുത്ത വ്യത്യസ്തമായ ക്യാമറകളുടെ അപൂർവ ശേഖരം തന്നെ പത്തനംതിട്ട കടമ്പനാട് സ്വദേശി ശിലാസന്തോഷിന്റെ മ്യൂസിയത്തിലെ ശേഖരത്തിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ക്യാമറ, ലോകത്തിലെ ആദ്യത്തെ മൂവി ക്യാമറ, ഇലക്ട്രോണിക് ഫ്ലാഷ് വരുന്നതിന് മുമ്പുള്ള ബൾബ് ഷോട്ടാക്കി ഫോട്ടോ എടുക്കുന്ന ക്യാമറ തുടങ്ങി പഴയകാല ക്യാമറകളുടെ അപൂർവ ശേഖരം തന്നെ ശിലാസന്തോഷിന്റെ ശേഖരത്തിലുണ്ട്. ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫ്ലാഷ് ഒരു പ്രാവശ്യം മാത്രമാണ് അതിൻ്റെ ഫിലമെന്റ് പോവുക, ബൾബിന്റെ ഫിലമെന്റ് പോകും. അങ്ങനെ പണ്ട് കാലത്ത് ഒരെണ്ണം ഉപയോഗിച്ചു, അത് നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ് ഇത്. ഒരെണ്ണം കറക്റ്റ് ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോകും, അടുത്ത വീണ്ടും തിരിക്കും. ഇങ്ങനെ ഓരോന്ന് കറക്റ്റായിട്ട് ഓരോ ബൾബ് പോയി കഴിയുമ്പം ലാസ്റ്റ് ഇതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും അടുത്ത സെറ്റ്. ഇതാണ് കൊഡാക്കിന്റെ 2 എന്ന് പറയുന്നത്. കൊഡാക്ക് 1 ആണ് ആദ്യ കാലത്ത് ക്യാമറയായിട്ട് ഇറങ്ങിയത്. പക്ഷെ അത് വളരെ കുറവായിട്ട്, എനിക്കൊന്ന് കച്ചവടം നടന്നൊന്നും അറിയത്തില്ല. കൊഡാക്ക് 2 ആണ് നമ്മുടെ എല്ലാം കയ്യിൽ വന്നത്. കൊഡാക്ക് 2 ആണിത്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1900 ഇതിന്റെ ഇവിടെ ക്യാമറ കാണാൻ വരുന്നവർക്ക് കൃത്യമായിട്ടല്ലാണ് 1926 മുതൽ 1934 വരെ ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ. ഇത് കണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫിലിമാക്കി കിടക്കുന്നത് ഇത് കഴിഞ്ഞ് എൻ്റെ വിരൽ വെച്ചാൽ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് ക്യാമറ മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു ക്യാമറയാണ്. നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യാമറയുടെ എണ്ണത്തിലല്ല പ്രത്യേകത, ക്യാമറയുടെ വെറൈറ്റിയും ആദ്യ കാലത്തുള്ള ക്യാമറ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. 1934 ക്യാമറ, ഇതൊരു വെറൈറ്റി ക്യാമറ. 1890 മുതലുള്ള ക്യാമറകളാണ് ശിലാസന്തോഷിന്റെ മ്യൂസിയത്തെ കൗതുക കാഴ്ചകൾ. സ്റ്റുഡിയോകളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫീൽഡ് ക്യാമറയായ വാഗേശ്വരിയും ഇവിടെയുണ്ട്. പഴയതും പുതിയതുമായ നൂറുകണക്കിന് ക്യാമറകളാണ് സന്തോഷിന്റെ ശേഖരത്തിലുള്ളത്. ഇത് 1930 ക്യാമറയാ. ഇത് വീഡിയോ ക്യാമറയാണ്. ഇത് വർക്കിംഗ്. അതെ, ഇവിടെ പ്രസ് ചെയ്താൽ കണ്ടോ, വർക്കിംഗ് ആയത്. ക്യാമറ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ക്യാമറയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഇത്രയും റെയറായിട്ടുള്ള ക്യാമറകൾ 1890 മുതലുള്ള ക്യാമറകൾ നമ്മുടെ ഈ ശിലാ മ്യൂസിയത്തിലുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വർഷവും ഏത് രാജ്യമാണ് ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാമറയെ പ്രേമിക്കുന്നവർക്ക് നേരിട്ട് ഇവിടെ വന്ന് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു മ്യൂസിയമാണ്. കോളേജും സ്കൂളും ഒക്കെ വന്ന് കാണുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് നമ്മുടെ മ്യൂസിയത്തിൽ വന്ന് ക്യാമറ കാണാം. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.